പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇന്നും നമുക്ക് ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സർവശക്തനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആണ്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മാസത്തിൽ നമുക്ക് വന്നു ചേരാൻ തക്കവണ്ണം ധാരാളം പ്രതികൂലങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ, അനുഗ്രഹമാർന്ന മാർഗങ്ങളിലൂടെ, സുഖദുഃഖ സമ്മിശ്രമായ ജീവിത പന്ഥാവിലൂടെ നമ്മളെ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ എന്തുകൊണ്ടും നമുക്ക് സ്തോത്രം ചെയ്യാം. കാരണം അവൻ അതുപോലെ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങൾ വളരെ പ്രാർത്ഥനയോടും വളരെ ജാഗ്രതയോടും കൂടി കർത്താവിനെ സേവിക്കുകയും വളരെ പ്രാർത്ഥനയോടെ അവൻ്റെ വേലയിൽ വ്യാപൃതരാകുകയും കർത്താവിന് വേണ്ടി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ചെയ്യേണ്ട നാളുകളാണ്. ആണ്ടിൻ്റെ ആരംഭത്തിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം ഒന്ന് പൊടി തട്ടിക്കളഞ്ഞെടുത്ത് അവനോട് പറഞ്ഞ വാക്കുകൾ ആണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കെങ്കിലും പാലിക്കണം, പരിഹരിക്കണം, പൂർത്തീകരിക്കണം, വാക്കുപാലിക്കണം എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനായി നിർബന്ധിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം യോശുവയുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോവുകയായിരുന്നല്ലോ. അതിൽ ആഖോർ താഴ്വര എന്ന വിഷയം വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പ്രവേശിച്ചു. വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന താഴ്വരകൾ, യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞ അയ്യാലോൻ താഴ്വര നമ്മൾ പറഞ്ഞു. അത് സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ബരാഖ താഴ്വരയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഏലാ താഴ്വരയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബാഖ താഴ്വരയെക്കുറിച്ചാണ്. താഴ്വരകൾ അനുഗ്രഹമാണ്, താഴ്വരയിലെ ജീവിതവും അനുഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം, നമ്മോടൊപ്പം കർത്താവ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഉന്നതങ്ങളിലെ ജീവിതവും ഉന്നതമാണ്, പക്ഷെ ഉന്നതനായ ദൈവം കൂടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. സ്ഥലത്തിനല്ലല്ലോ പ്രാധാന്യം, താഴ്വരകൾക്കോ പർവ്വതങ്ങൾക്കോ അല്ല പ്രാധാന്യം. ഹൃദയത്തിൽ ജീവിക്കുന്ന കർത്താവിനാണ് പ്രാധാന്യം എന്ന് മറക്കരുത്. എന്നാൽ വേദപുസ്തകത്തിലെ സകല സ്ഥലങ്ങൾക്കും, സകല വ്യക്തികൾക്കും, സകല വിഷയങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യവും അതിൻ്റേതായ അർത്ഥവും അതിൻ്റേതായ വീക്ഷണവുമുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ബാഖ താഴ്വര, നമ്മൾ 84-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാം, കണ്ണുനീർ താഴ്വരകളിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. കണ്ണുനീർ താഴ്വര എന്നതിന് മൂലഭാഷയിലും ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്ന പേര് ബാഖ താഴ്വര എന്നാണ്. ബാഖ എന്ന വാക്കിന് കണ്ണുനീർ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് കണ്ണുനീർ താഴ്വര എന്ന് പേര് പറയാൻ കാരണം. ഇതൊരു ആക്ഷരികമായ താഴ്വരയല്ല എന്ന് പറഞ്ഞാൽ ബാഖ താഴ്വരയെ അന്വേഷിച്ച് നമ്മൾ പോയിട്ട് കാര്യമില്ല. അതങ്ങനെ നമ്മുടെ മാംസചക്ഷുസ് കൊണ്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു താഴ്വരയല്ല. ഏലാ താഴ്വര പോലെ, ബരാഖ താഴ്വര പോലെ, ആഖോർ താഴ്വര പോലെ ഒരു സ്ഥലമല്ല അത്. അതൊരു അനുഭവമാണ്. ബാഖ താഴ്വര ഇത് ഒരു അനുഭവമാണ്. ബാഖ താഴ്വരയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. ജലാശയം എന്ന് പറയുന്നത് ഉറവകളെ ഉദ്ദേശിച്ചാണ്. കഷ്ടതകളും പീഡനങ്ങളും അനുഭവിക്കുന്ന ദൈവജനത്തിന് അനുഗ്രഹത്തിൻ്റെ ഉറവകൾ രൂപവൽക്കരിക്കപ്പെടും എന്നത് സത്യമാണ്. എവിടെയാണ് അത് രൂപവൽക്കരിക്കപ്പെടുന്നത്? ബാഖ താഴ്വരയിലാണ്, കണ്ണുനീർ താഴ്വരയിലാണ്
അനുഗ്രഹത്തിൻ്റെ ഉറവിടം, അനുഗ്രഹത്തിന്റെ ഉറവ പുറപ്പെടുന്നത് കണ്ണുനീർ താഴ്വരയിൽ നിന്നാണ്. പ്രിയരെ, ഈ താഴ്വരയിലൂടെ കടന്നു പോകാത്ത ഒരു ഭക്തനുമില്ല. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ബഖ താഴ്വരയിലൂടെ കടന്നുപോയിട്ടാണ് അനുഗ്രഹങ്ങൾ അനുഭവിച്ചതും അനുഗ്രഹങ്ങൾ നേടിയെടുത്തതും. അതുകൊണ്ട് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവസന്നിധിയിൽ തകരാനും കരയാനും, ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കാനും സാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു അനുഗ്രഹമാണ്. കണ്ണുനീർ വറ്റി വരണ്ടു പോയവർ ധാരാളം. പലരും വിളിച്ചതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനാ വിഷയം ഒരിക്കൽ എൻ്റെ ചെവിയിൽ അലച്ചു. അവർക്ക് കണ്ണുനീരില്ല എന്നതാണ് അവരുടെ പ്രശ്നം. എത്ര കരഞ്ഞാലും കണ്ണുനീരില്ല, കരഞ്ഞില്ലെങ്കിലും കണ്ണുനീരില്ല. കണ്ണിൽ കണ്ണുനീര് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ കണ്ണ് കഴുകപ്പെടുന്നത് കണ്ണുനീരിനാലാണ് എന്ന ശാസ്ത്ര സത്യം നമ്മൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുനീരിനെ വാഷ് ചെയ്യാനുള്ള വെള്ളം ദൈവം തന്നെ നമ്മുടെ ബോഡി ഉചിതമായ രീതിയിൽ അത് ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മാനുഫാക്ചറിങ്, ദൈവത്തിൻ്റെ നിർമ്മാണം എത്ര മനോഹരമാണെന്ന് നിങ്ങൾ നോക്കണം. പക്ഷെ എന്താ ചെയ്യുക? ആ വിളിച്ച സഹോദരികളുടെ പ്രശ്നം കണ്ണുനീർ വറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയച്ചു വർഷങ്ങൾക്ക് മുൻപാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ദൈവസന്നിധിയിൽ കരയാൻ സാധിക്കുന്നതാണ്. ദൈവസന്നിധിയിലെ കരയാവൂ. മനുഷ്യരുടെ മുൻപിൽ സങ്കടം ബോധിപ്പിച്ച് ഒരിക്കലും കരയരുത്. മനുഷ്യരുടെ മുൻപിൽ കൈനീട്ടി ഒരിക്കലും കരയരുത്. മനുഷ്യരുടെ സഹതാപത്തിനും അവരുടെ ദീനാനുകമ്പയ്ക്കും വേണ്ടി കണ്ണുനീർ ഒഴുക്കരുത്. മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ കണ്ണുനീർ കാണിക്കരുത്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ കരയാതിരിക്കരുത്. കരയാതിരിക്കാൻ കഴിയുമോ? നമ്മളുടെ അവസ്ഥ, നമ്മൾ നടന്നു കയറിയ വഴികൾ, നമ്മൾ നടന്നു കയറിയതല്ല, നമ്മളെ നടത്തിക്കൊണ്ടുവന്ന വഴികൾ, നമ്മളെ കർത്താവ് സ്നേഹിച്ച മാർഗങ്ങൾ, നമ്മുടെ കർത്താവ് നമ്മളെ മാനിച്ച വഴികൾ, ഒരു യോഗ്യതയുമില്ലെങ്കിലും ഒന്നും എടുത്തു പറയാനായിട്ടില്ലെങ്കിലും നമ്മളോട് മനസ്സലിവ് കാണിച്ച ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം, നമ്മുടെ ബലഹീനതയിൽ കരുണ കാണിച്ച ആ മനോഹരമായ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആർക്കാണ് ആനന്ദം കൊണ്ട് കരയാതിരിക്കാൻ പറ്റുക? ദുഃഖം കൊണ്ട് കരയാം, സന്തോഷം കൊണ്ട് കരയാം, വ്യാജമായും കരയാം. ഒരു വികാരവും ഇല്ലെങ്കിലും തട്ടിപ്പ് കരച്ചിലും ഇല്ലാതില്ല. എന്നാൽ ദൈവസന്നിധിയിലാവലോടെ കരഞ്ഞാൽ, പാപത്തെ ഓർത്ത് കരയാൻ സാധിച്ചാൽ, ദൈവത്തിൻ്റെ നന്മ നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കാം. എത്ര നാളായി സുഹൃത്തെ പാപത്തെ ഓർത്ത് കരഞ്ഞിട്ട്? പ്രിയപ്പെട്ടവരും ബന്ധുക്കളും മിത്രങ്ങളും അകാലങ്ങളിൽ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ, മാതാവോ പിതാവോ അവരുടെ വാർദ്ധക്യത്തിൽ നമ്മിൽ നിന്ന് വേർപെടുമ്പോൾ ഒക്കെ കരയുന്നവരാണ് നമ്മൾ. ജോലി നഷ്ടപ്പെടുമ്പോൾ, പണം നഷ്ടപ്പെടുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, വേദന ധാരാളമായി വർദ്ധിക്കുമ്പോൾ ഒക്കെ നമ്മൾ വാവിട്ട് കരയുന്നവരാണ്. അപകടങ്ങളും അനർത്ഥങ്ങളും വരുമ്പോൾ പരിസരം നോക്കാതെ കരയുന്നവരാണ് നമ്മൾ. ദുഃഖദായകമായ സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടംവലം നോക്കാറില്ല, സങ്കടത്തോടെ അതിദുഃഖത്തോടെ കരയുന്നവരാണ്. എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ
ഞാൻ എൻ്റെ അനുഭവത്തോട് ചേർത്ത് പറഞ്ഞാൽ കരയുന്നത് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഓർത്തിട്ടല്ല, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത നന്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ. വചനം കേൾക്കുന്ന ദൈവപൈതലെ, താങ്കളുടെ ജീവിതത്തിൽ വലിപ്പം നോക്കാതെ, മാനാപമാനങ്ങൾ നോക്കാതെ, കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവും നോക്കാതെ, നിറവും വർണ്ണവും നോക്കാതെ, കുടുംബമഹിമയും കുലഹീനതയും നോക്കാതെ, സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് സ്നേഹിച്ച് അവൻ്റെ മകനെന്ന പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയ സ്വർഗീയ പൗരന്മാരാക്കി മാറ്റിയ, പ്രൈസ് ദി ലോർഡ്, സ്വർഗീയ മഹിമകൾക്ക് അവകാശികളാക്കി മാറ്റിയ, ദൈവഭവനത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റിയ ആ പദവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെ നമ്മൾ കരയാതിരിക്കും? സന്തോഷം കൊണ്ട് പൊറുതിമുട്ടിപ്പോവും, സന്തോഷം കൊണ്ട് വാവിട്ട് കരഞ്ഞു പോവും. എൻ്റെ യേശുവിനെ പോലെ, എൻ്റെ കർത്താവിനെ പോലെ ഉന്നതനായ, ശ്രേഷ്ഠനായ, രാജാതി രാജാവായ, കർത്താതി കർത്താവായവൻ നമ്മുടെ കൊച്ചുകൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ പാർക്കാൻ, നമ്മൾക്ക് വേണ്ടി സകലതും കരുതാൻ, ചരുതിച്ചു വയ്ക്കാൻ മതിയായ കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ട് മനം കവർന്നു പോകും. ഞാനിത് പല വ്യക്തികളിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. വളരെ സാധുവായ ചില ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ, ആ വീട്ടിലേക്ക് കാൽ വെച്ച് കയറി ചെല്ലുമ്പോൾ, ഇരിക്കാൻ അവരെ എന്തെങ്കിലും പരിമിതമായ സൗകര്യം ഒരുക്കിയിട്ട് അവരുടെ വീട്ടിൽ ചെന്നതിൻ്റെ സന്തോഷം അവർ അശ്രുഗണങ്ങളാൽ പ്രകടമാക്കും. പൂച്ചണ്ടുകളേക്കാൾ വലുതാണത്, അവർ തരുന്ന പൂമാലകളേക്കാൾ വലുതാണത്, ബൊക്കയേക്കാൾ വലുതാണത്. സന്തോഷം കൊണ്ട് ഈർന്നണിഞ്ഞ കണ്ണുമായി വന്ന് കൈകൂപ്പി നമ്മളെ ആദരവോടെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഏത് ലോകത്താണെന്ന് വരെ ഓർത്തു പോകും. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ നേരെ മുൻപിൽ ഇറങ്ങി വരുന്ന, നമ്മെ കാണാൻ ഇറങ്ങി വരുന്ന, നമ്മളെ അനുഗ്രഹിപ്പാൻ ഇറങ്ങി വരുന്ന, നമ്മളെ സഹായിപ്പാൻ ഇറങ്ങി വരുന്ന ആ കർത്താവിനെ കാണുമ്പോൾ എങ്ങനെ നമ്മുടെ മനസ്സിളകാതിരിക്കും? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടത്ര നാളായി. വേണ്ട, മാസത്തിൽ ഒരിക്കലെങ്കിലും ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടത്ര കാലമായി. വേണ്ട, വല്ലപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് ഏങ്ങി ഏങ്ങി കരയാൻ. കർത്താവേ, തകർന്നു നുറുങ്ങിയതുമായൊരു ഹൃദയത്തെ നീ എനിക്ക് തരണമേ. അങ്ങയോടുള്ള സ്നേഹവാത്സല്യങ്ങൾ, അങ്ങയോടുള്ള സ്നേഹാദരവുകൾ നിറഞ്ഞൊരു ഹൃദയം എനിക്ക് തരണമേ. അങ്ങയുടെ വലിപ്പവും അങ്ങയുടെ മഹിമയും അങ്ങയുടെ മഹത്വവും കാണാൻ എൻ്റെ കണ്ണുകൾക്ക് നീ കൃപ തരണമേ. ആരൊക്കെ എന്നോടൊപ്പം പ്രാർത്ഥിക്കും, ആ കർത്താവിൻ്റെ ദിവ്യമായ സാന്നിധ്യം വ്യക്തിപരമായി അനുഭവിക്കട്ടെ. കണ്ണുനീർ താഴ്വരകൾ. 84 സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. ദൈവത്തോട് മത്സരിച്ച്, ദൈവിക വ്യവസ്ഥയോട് മത്സരിച്ച്, മോശയോട് മത്സരിച്ച്, ഏറ്റവും ഒടുവിൽ ലോകത്ത് അതിനു മുൻപോ അതിനു ശേഷമോ സംഭവിക്കാത്ത ഒരു വലിയ ശിക്ഷാരീതിക്ക് വിധേയനായ വ്യക്തിയാണ് കോരഹ്. നമുക്കറിയാമല്ലോ, ഭൂമി വായ് പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിളർക്കപ്പെട്ട ഭൂമിയുടെ ഗർത്തത്തിലേക്ക് അവർ ആണ്ടുപോയി. നിന്ന നിപ്പിൽ ഭൂമി പിളർന്ന് അവർ ആ ഗർത്തത്തിലേക്ക് വീണുപോയി. ദൈവത്തോടുള്ള മത്സരത്തെ ദൈവം അത്രമാത്രം വലുതായി കാണുന്നവനാണ്. ആകയാൽ സഹോദരങ്ങളെ, വചനത്തിൻ്റെ നേരെ ഉദയ്ക്കരുത്, കർത്താവിൻ്റെ നേരെ മത്സരിക്കരുത്, ദൈവവചനത്തോട് എതിർക്കരുത്, ദൈവ മക്കൾക്കെതിരെ കൈകാലുകൾ ഉയർത്തരുത്. ദൈവസന്നിധിയിൽ ദൈവവചനത്തോടും പരിശുദ്ധാത്മാവിനും വിരോധമായി
കരമുയർത്തരുത്, നാക്കുയർത്തരുത്, ആരോഗ്യം ഉപയോഗിക്കരുത്, സ്വാധീനം ഉപയോഗിക്കരുത്, പണം ഉപയോഗിക്കരുത്. അത് നമുക്ക് ശാപത്തിന് കാരണമായി തീരും. ശപിക്കപ്പെട്ടുപോയ, കുടുംബത്തിന് പേരുദോഷമുണ്ടാക്കിയ ഒരു പിതാവിൻ്റെ മക്കളാണ് കോരഹിൻ്റെ മക്കൾ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ നമ്മുടെ പിതാവ് നമ്മുടെ കുടുംബത്തിന് കളങ്കമുണ്ടാക്കുന്നവനായിരിക്കാം. നമ്മുടെ മാതാവ് നമ്മുടെ കുടുംബത്തിന് കളങ്കമുണ്ടാക്കുന്നവളായിരിക്കാം. മദ്യപാനത്താലോ കുടുംബ വഴക്കുകളാലോ വൈകുന്നേരമാകുമ്പോൾ മദ്യം അടിച്ച് സുബോധം തെറ്റി വീട്ടിൽ വന്ന് നാട്ടുകാരുടെ എല്ലാം മുൻപിൽ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ദൈവമക്കളെ ജീവിതം എത്രയോ കോമരമാക്കി കളയുന്നവർ ധാരാളം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജനിച്ചവരും വളർന്നവരും കുഞ്ഞുങ്ങളുടെ വേദനകൾ വളരെ വലുതാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ധാരാളം മക്കളുടെ പിതാക്കന്മാർ മദ്യപിക്കുന്നവരായിരുന്നു. മദ്യപിക്കുന്നവരെന്ന് പറഞ്ഞാൽ നിസ്സാര മദ്യപാനമല്ല. മദ്യപിച്ചാൽ പ്രാന്തനെ പോലെയാകും. വീട്ടിലുള്ളവരെ എല്ലാം അടിച്ചോടിക്കും. ഞാൻ പഠിപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങൾ ചിലരെങ്കിലും അവർ രാത്രിയുടെ യാമങ്ങളിൽ മാതാവിനോടൊപ്പം റബ്ബറും തോട്ടത്തിലെ കുഴികൾക്കകത്ത് കിടന്നുറങ്ങിയവർ ഇല്ലാതില്ല. എന്നാൽ സ്നേഹിതരെ, ജീവിതം തകർന്ന് തരിപ്പണമായി പാപത്തിൽ കിടക്കുന്ന അവരുടെ മക്കളും അനുഗ്രഹിക്കപ്പെട്ടവരില്ലേ? സുവിശേഷത്തിൻ്റെ വക്താക്കളായി മാറിയവരില്ലേ? മദ്യപാനിയുടെ കുടുംബം നശിക്കും എന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തും പ്രാർത്ഥിക്കാമെങ്കിൽ കിളിർപ്പ് തരുന്ന, അനുഗ്രഹം തരുന്ന, നിന്റെ വീടിൻ്റെ അഡ്രസ് മാറ്റുന്ന ഒരു യേശു കർത്താവ് ജീവിക്കുന്നു. കുടുംബത്തിൻ്റെ അഡ്രസ് അവൻ മാറ്റും. അതൊരു കള്ളുകുടിയൻ്റെ വീടാണെന്നുള്ള ആ പേരവൻ മാറ്റും. അതൊരു ദൈവദാസന്റെ ഭവനമാണെന്ന് അവൻ പറഞ്ഞു വെക്കും. സമൂഹം പറഞ്ഞു വെക്കും. സുവിശേഷ യോഗത്തിന് വേണ്ടി കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ വീടല്ലേ എന്ന് ചോദിക്കും. നാട്ടുകാരുടെ മുൻപിൽ നമ്മുടെ പേരിൻ്റെ അഡ്രസ് മാറിപ്പോകും. അറിയപ്പെടുന്നത് തൻ്റെ അടിയായ സ്ത്രീയുടെ വീടല്ലേ എന്നുള്ളതിന് പകരം ദൈവകൃപയുള്ള ആ ആൻറ്റിയുടെ വീടല്ലേ എന്ന് ചോദിക്കുന്ന ആ തലത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കണമെങ്കിൽ വീടിനകത്തൊരു ബാക്കാത്താഴ്വര ആവശ്യമാണ്. നമ്മളുടെ ഭവനത്തിൽ ഒരു ബാക്കാത്താഴ്വര വേണം. സ്നേഹമുള്ളവരെ, നമ്മൾ വീട് പണിയുമ്പോൾ 1000, 2000, 3000, 4000, 8000, 16,000 സ്ക്വയർ ഫീറ്റിൻ്റെ വരെ വീട് പണിത് പാർക്കുന്നവരില്ലാതില്ല. എല്ലാം വളരെ ഗംഭീരമാണ്. ബാത്റൂം പോലും ഏറ്റവും വലിയ ബെഡ്റൂമിന് സമാനമാണ്. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, ലോകപ്രകാരം എല്ലാ സൗകര്യങ്ങളും നാം ചെയ്തു വെച്ച് കഴിഞ്ഞു. എന്നാൽ അതിനകത്ത് ഒരു ബാക്കാത്താഴ്വര നിന്റെ വീട്ടിൽ നീ തീർത്തിട്ടുണ്ടോ? വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ച് കരയാൻ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയാൻ, എല്ലാവരും അവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുമ്പോൾ വേർപെട്ട് വന്നിരുന്ന് സങ്കടങ്ങൾ ബോധിപ്പിച്ച് കരയാൻ ഒരു കൊച്ചു പ്രാർത്ഥനാ മുറി നിന്റെ വീട്ടിൽ കണ്ടെത്താൻ നീ താമസിച്ചു പോയോ? അറിയാതെ പോയോ? എനിക്കറിയില്ലല്ലോ. ആകയാൽ ദൈവമക്കളെ, അനിവാര്യമാണ്. ഒരു ഭവനം ചമയ്ക്കാൻ ദൈവം നമുക്കൊരു അവസരം തന്നാൽ നിങ്ങൾ ആ പ്ലാൻ വരയ്ക്കുന്നവരോട് എല്ലാ സൗകര്യങ്ങളുടെയും കൂടെ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാ മുറി നിങ്ങൾ ഒരുക്കണം എന്ന് എഞ്ചിനീയറോട് പറഞ്ഞ് ക്രമീകരിക്കണം. ഒരു പ്രാർത്ഥനാ മുറി വേണം. അതാണ് നമ്മുടെ ബാക്കാത്താഴ്വര, അതാണ് നമ്മുടെ കണ്ണുനീർ താഴ്വര. അവിടെ ഇരുന്നാണ് നാം കരയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഒരു സ്വന്തം സ്ഥലം കണ്ടുപിടിക്കണം. നമ്മുടെ വീട്ടിൽ പതിവായി പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ മാർക്ക് ചെയ്യണം. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കും. സ്ഥലത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ എന്നും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രാണപ്രിയനുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന കർത്താവുണ്ട്. ബാക്കാത്താഴ്വരകളെ അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി മാറ്റും. 6-ാം വാക്യം അവസാന ഭാഗം ഇങ്ങനെയാണ്. 84-ാം സങ്കീർത്തനം 6-ാം വാക്യം, കണ്ണുനീർ താഴ്വരകളിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ വലിയ മഹാസാഗരമാക്കി മാറ്റും.
കണ്ണുനീർ താഴ്വരയുടെ സാഗരം, കണ്ണുനീർ സാഗരം, കണ്ണുനീരിന്റെ ജലാശയം തീർക്കും. ആ താഴ്വരയിൽ ചെന്ന് അനുഗ്രഹപൂർണനായി മാറണം. കരഞ്ഞിട്ടുണ്ടോ? വിടുതലുണ്ടായിട്ടുണ്ട്. ഏങ്ങി ഏങ്ങി കരഞ്ഞ കാലങ്ങളിൽ, വിങ്ങി വിങ്ങി നിലവിളിച്ച നാളുകളിൽ, വിതുമ്പി വിതുമ്പി കരഞ്ഞ നാളുകളിൽ, വാ വിട്ട് കരഞ്ഞ നാളുകളിൽ ഉത്തരവുമായി കടന്നു വന്ന ഒരു യേശു കർത്താവ് ജീവിക്കുന്നു. 10ാം ക്ലാസ് പൂർത്തീകരിച്ച് കോളേജിൽ പോകാൻ ആഗ്രഹിച്ചിട്ട് എന്നെ കോളേജിൽ വിട്ടില്ല. എനിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ എൻ്റെ വീട്ടിലെ കൃഷിക്കാരനാക്കി മാറ്റി. നേരം പുലരുമ്പോൾ 5 മണി മുതൽ രാത്രി 12 മണി വരെയും പണിയെടുക്കും. കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. വയലിൽ ഉഴുതു മറിച്ച് നടക്കുമ്പോൾ, കന്നുകാലികൾ പിറകെ നടന്ന് ഉഴുതുകൊണ്ട് നടക്കുമ്പോഴെല്ലാം ഏങ്ങി ഏങ്ങി കരയുമായിരുന്നു. ഒരു ഭാവിയെ കാണാനില്ലല്ലോ, മുൻപിൽ ഇരുട്ടാണ്, മുൻപിൽ ശുഭകരമായൊരു ഭാവിയില്ല, മുൻപിൽ ഒരു പ്രതീക്ഷയില്ല, മുൻപിൽ ആശയ്ക്കൊരു വകയില്ല. അങ്ങനെ പകലും രാവും ഓരോരോ കണ്ണുനീരൊഴുക്കി കരയും. യിരെമ്യാ പ്രവാചകൻ നശിച്ചു പോകുന്ന ജനത്തെ ഓർത്ത് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ ഓരോരോ കണ്ണുനീരൊഴുക്കി കരഞ്ഞിട്ടുള്ള സകല ഭക്തന്മാരെയും സകല വ്യക്തികളെയും ദൈവം അനുഗ്രഹത്തിൻ്റെ ജലാശയത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കും. അനുഗ്രഹപൂർണമായ കണ്ണുനീരിൻ്റെ ജലാശയത്തിൽ നിന്നെ എത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആകയാൽ ഭയപ്പെടാതെ, ഭാരപ്പെടാതെ ദൈവസന്നിധിയിലിരുന്ന് സങ്കടം ബോധിപ്പിച്ച് കരയണം. ശാപത്തിന് അധീനനായി പോയ കോരഹിന്റെ മക്കളെ അനുഗ്രഹത്തിന്റെ തലത്തിലേക്ക് എങ്ങനെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിലുണ്ടായ ബാഖാ താഴ്വരയാണ്. ഈ വചനം കേൾക്കുന്ന നമ്മളെല്ലാവരും ബാഖാ താഴ്വരയിൽ കണ്ടുമുട്ടാൻ സഹായിക്കട്ടെ. കണ്ണുനീർ താഴ്വരയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സഭയേത് പ്രശ്നമല്ല, സംഘടനയേത് കാര്യമല്ല. ഒരേ ഒരു കാര്യം, കർത്താവിൻ്റെ സന്തതി എന്ന, കർത്താവിൻ്റെ മകൻ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടെ കൈമലർത്തിയാൽ കൈ നിറച്ചു തരുന്ന ഒരു യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആകയാൽ വിശ്വാസ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് ബാഖാ താഴ്വര. വിശ്വാസ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് കണ്ണുനീർ താഴ്വര. അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ബാഖാ താഴ്വരകളെ അനുഗ്രഹത്തിൻ്റെ ജലാശയങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ആരൊക്കെ പ്രാർത്ഥിക്കും. രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടെങ്കിലും സാരമില്ല, ആ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. അവൻ ഈ സമയത്ത് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കരങ്ങളാൽ ഈ വചനം കേട്ട എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. അങ്ങ് മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.